KPCC നേതൃമാറ്റ ചർച്ചകൾക്കിടയിൽ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് കെ സുധാകരൻ. KPCC അധ്യക്ഷ പദവി ഒഴിയില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്നും പ്രായമല്ല പ്രാപ്തിയാണ് നോക്കേണ്ടതെന്നും സുധാകരൻ തുറന്നടിച്ചു. എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല. മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ അത് പ്രാവർത്തികമാവും. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിൻ്റെ അകത്തില്ല. ഒരു ശത്രുക്കൾ പാർട്ടിൻ്റെ അകത്തില്ല. ആന്റോ ആന്റണിയെ അധ്യക്ഷനായി നിയമിക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. ഈ കാര്യം കെ സുധാകരനെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചിരുന്നു. അതേസമയം താൻ അധ്യക്ഷനാകുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ആന്റോ ആന്റണി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. അതെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ പാർട്ടിയല്ലേ. എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എപ്പോഴും കോൺഗ്രസ് അധ്യക്ഷന്റെ. കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കെ മുരളീധരൻ. അദ്ദേഹം മാറണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി ഇലക്ഷനും വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത്. പിന്നെ എല്ലാത്തിനും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്ന ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് ഉചിതമായ ഏത് തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, കെ സുധാകരനെ മാറ്റുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കെയാണ് ഇന്ന് കെ സുധാകരൻ വീണ്ടും പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. താൻ മാറില്ല എന്ന ഒരു സൂചനയാണോ കെ സുധാകരൻ നൽകുന്നത്? അരുൺകുമാർ, സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുമ്പോഴാണ് ഹൈക്കമാൻഡിനെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ വെല്ലുവിളിക്കുന്നത്. താൻ KPCC അധ്യക്ഷ പദവി സ്വയം ഒഴിയില്ലെന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് കെ സുധാകരൻ ഹൈക്കമാൻഡ് നൽകുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് കെ സുധാകരന് കൃത്യമായി മറ്റൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. കെ സുധാകരനെ മാറ്റും, പകരം ആന്റോ ആന്റണിയെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അന്ന് ദില്ലിയിൽ കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി കൃത്യമായ കാര്യകാരണ സഹിതം അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെ തന്നോട് നേതാക്കൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടില്ല എന്ന വാദമാണ് കെ സുധാകരൻ ഉയർത്തുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം നടത്തിയപ്പോൾ അന്ന് സുധാകരൻ അനുകൂലികൾ ശക്തിയുക്തം എതിർത്തതോടെ തൽക്കാലത്തേക്ക് തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. ഇനിയും വൈകിപ്പിച്ചാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ബാധിക്കുമെന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിന്. അതേസമയം കെ സുധാകരനെ അനുകൂലിച്ച് വീണ്ടും കെ മുരളീധരൻ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. കെ സുധാകരൻ കരുത്തനാണ്, സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ല എന്ന നിലപാടാണ് കെ മുരളീധരന്. പക്ഷേ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു. ആന്റോ ആന്റണി ആകട്ടെ തന്നെ KPCC അധ്യക്ഷനാക്കുമെന്ന സൂചന ലഭിച്ചിട്ടില്ല എന്ന നിലപാടും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ ഒന്നാകെ. ഏതായാലും 2 ദിവസത്തിനകം തന്നെ KPCC അധ്യക്ഷനെ മാറ്റി പകരം ആന്റോ ആന്റണിയെ അധ്യക്ഷനായി നിയമിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ സണ്ണി ജോസഫ് അടക്കമുള്ള പല നേതാക്കളെയും അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചെങ്കിലും ഒടുവിൽ കെ സുധാകരന് പകരക്കാരനായി ആന്റോ ആന്റണി തന്നെ എത്തുമെന്ന കൃത്യമായ സൂചനകളാണ് പുറത്തുവരുന്നത്. അരുൺകുമാർ, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.